ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് 27 എണ്ണം നടത്തി കഴിഞ്ഞു. ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഇനിയും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് മോക്ക് ടെസ്റ്റിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതുവരെ നടത്തിയ മുഴുവൻ മോക്ക് ടെസ്റ്റുകളുടെയും ലിങ്ക് അയച്ചു തരുന്നതാണ്. പഠനസഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 1-ാമത്തെ ചോദ്യം, ലൂക്ക അധ്യായം 21-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 38. 2. ലൂക്ക അധ്യായം 21-ന്റെ ആദ്യത്തെ തലക്കെട്ട് വിധവയുടെ കാണിക്ക. 3. അവൻ കണ്ണുകുളിയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ആര്? യേശു. 4. അവൻ കണ്ണുകുളിയർത്തി നോക്കിയപ്പോൾ ആര് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ച ഇടുന്നതാണ് കണ്ടത്? ധനികർ. 5. അവൻ കണ്ണുകുളിയർത്തി നോക്കിയപ്പോൾ ധനികർ എവിടെയാണ് നേർച്ചയിടുന്നത് കണ്ടത്? ദേവാലയ ഭണ്ഡാരത്തിൽ. 6. ആരാണ് ദേവാലയ ഭണ്ഡാരത്തിൽ ചെമ്പുതുട്ടുകളിടുന്നതും അവൻ കണ്ടത്? ദരിദ്രയായ ഒരു വിധവ. 7. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകളിടുന്നതും കണ്ടപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. 8. മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ആരെപ്പറ്റി? ദരിദ്രയായ വിധവയെപ്പറ്റി. 9. ദരിദ്രയായ ഈ വിധവ മറ്റാരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറയാൻ കാരണമെന്ത്? അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. 10. അവരെല്ലാം, അതായത് ധനികർ, എങ്ങനെയാണ് സംഭാവന ചെയ്തത് എന്നാണ് യേശു പറയുന്നത്? തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന്. 11. ദരിദ്രയായ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തിനുള്ള വക മുഴുവനുമാണ് നിക്ഷേപിച്ചത്? ഉപജീവനത്തിനുള്ള. 12. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും ഡാഷ് ലൂക്ക 21:4 പ്രകാരം പൂരിപ്പിക്കുക, നിക്ഷേപിച്ചിരിക്കുന്നു. 13. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച്. 14. ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി പറഞ്ഞതെന്ത്? അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ. 15. ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതാര്? ചില ആളുകൾ. 16. ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് എന്തുകൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞത്? വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും. 17. ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്ത്? നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. 18. നിങ്ങൾ ഈ കാണുന്നവ എങ്ങനെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. 19. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തലക്കെട്ട് ക്ലേശങ്ങളുടെ ആരംഭം. 20. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ആരോട് ചോദിച്ചു? ചില ആളുകൾ യേശുവിനോട്. 21. ലൂക്ക 21:7 ചില ആളുകൾ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഗുരു. 22. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്? നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് യേശു ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞതിനെപ്പറ്റി.
23 നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ചില ആളുകൾ യേശുവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളേവ. ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? 2, ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? 24 ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ച ചില ആളുകളോട് യേശു പറഞ്ഞതെന്ത്? ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. 25 ആരും നിങ്ങളെ എന്തു ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്, വഴിതെറ്റിക്കാതിരിക്കാൻ. 26 ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന്റെ കാരണമെന്ത്? പലരും അവൻ ഞാനാണെന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. 27 പലരും എന്തു പറഞ്ഞുകൊണ്ട് വരും എന്നാണ് യേശു പറയുന്നത്? അവൻ ഞാനാണ്. 28 പലരും അവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതോടൊപ്പം എന്ത് അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്? സമയം അടുത്തു. 29 പലരും അവൻ ഞാനാണെന്നും സമയമടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ആരുടെ നാമത്തിൽ വരുമെന്നാണ് യേശു പറയുന്നത്? എൻ്റെ നാമത്തിൽ, അതായത് യേശുവിൻ്റെ നാമത്തിൽ. 30 പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. തുടർന്ന് യേശു നൽകുന്ന മുന്നറിയിപ്പെന്ത്? നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. 31 എന്തിനെയെല്ലാം കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് യേശു പറയുന്നത്? യുദ്ധങ്ങളെയും കലഹങ്ങളെയും. 32 യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? ഭയപ്പെടരുത്. 33 യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് യേശു പറയുന്നതിൻ്റെ കാരണമെന്ത്? ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. 34 ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. ഏവയെല്ലാം? യുദ്ധങ്ങളും കലഹങ്ങളും. 35 ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും ആയിട്ടില്ലാത്തത് എന്ത് എന്നാണ് യേശു പറയുന്നത്? അവസാനം. 36 എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. 37 ആരാണ് ജനത്തിനെതിരായി തലയുയർത്തുന്നത്? ജനം. 38 രാജ്യം എന്തിനെതിരെയാണ് തലയുയർത്തുന്നത്? രാജ്യത്തിനെതിരായി. 39 ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. കൂടാതെ മറ്റ് എന്തെല്ലാം ഉണ്ടാകും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. 40 പല സ്ഥലങ്ങളിലും എന്തെല്ലാം ഉണ്ടാകും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? ക്ഷാമവും പകർച്ചവ്യാധികളും. 41 വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. കൂടാതെ മറ്റെന്തെല്ലാം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ലൂക്ക 21:11 പറഞ്ഞിരിക്കുന്നത്? ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്നും വലിയ അടയാളങ്ങളും. 42 എവിടെ നിന്നാണ് വലിയ അടയാളങ്ങൾ ഉണ്ടാകുന്നത്? ആകാശത്തിൽ നിന്ന്. 43 ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാവും. ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്നും വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ എന്തെല്ലാം ചെയ്യും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്? അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. 44 അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എവിടെയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് യേശു തുടർന്ന് പറയുന്നത്? സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും. 45 എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ആരുടെയെല്ലാം മുൻപിൽ അവർ കൊണ്ടു ചെല്ലും എന്നാണ് യേശു പറയുന്നത്? രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ.
46 രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ നിങ്ങളെ കൊണ്ടു ചെല്ലുന്നത് എന്തിനെ പ്രതിയാണ് എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. എൻ്റെ നാമത്തെ പ്രതി, അതായത് യേശുവിൻ്റെ നാമത്തെ പ്രതി. 47 എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തിനുള്ള അവസരമായിരിക്കുമെന്നാണ് യേശു പറയുന്നത്. സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. 48 നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഏത്? എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലുമ്പോൾ. 49 നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. 50 എന്ത് ഉത്തരം പറയണം എന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ത്? എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. 51 ആർക്ക് ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നാണ് യേശു പറയുന്നത്. എതിരാളികളിൽ ആർക്കും. 52 എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്തെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നാണ് യേശു പറയുന്നത്. വാക്ചാതുര്യം ജ്ഞാനവും. 53 ആരെല്ലാം നിങ്ങളെ ഒറ്റുകൊടുക്കും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ. 54 മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ എന്തു ചെയ്യും എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. ഒറ്റുകൊടുക്കും. 55 അവർ നിങ്ങളിൽ ചിലരെ എന്തു ചെയ്യുകയും ചെയ്യും എന്നാണ് യേശു പറയുന്നത്. കൊല്ലുകയും ചെയ്യും. 56 എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത്. ദേഷിക്കും. 57 എന്തു നിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കുമെന്നാണ് യേശു പറയുന്നത്. എൻ്റെ നാമം നിമിത്തം. 58 എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കുമെങ്കിലും നിങ്ങളുടെ എന്തുപോലും നശിച്ചു പോകുകയില്ല എന്നാണ് യേശു പറയുന്നത്. ഒരു തലമുടിയിഴ പോലും. 59 നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുന്നത് എന്തിലൂടെ? പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ. ഇങ്ങനെ 59 ചോദ്യങ്ങളാണ് ലൂക്ക 21 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത വീഡിയോ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നാളെ ജൂൺ 2 തീയതി ലൂക്ക 21 അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് ആണ് നടത്തപ്പെടുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. പഠന സഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 5 പുസ്തകം ഒന്നിച്ച് ഓർഡർ ചെയ്യുന്നവർക്ക് 1 പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.